വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്നൊരു ഡേ മൈ ലൈഫ് ആണ്. ഞങ്ങളിന്ന് തിരുവനന്തപുരം വരെ പോവാണ് കേട്ടോ. തിരുവനന്തപുരം വിതിരയിലാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം. അവിടെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ മരണാനന്തര ചടങ്ങ് എന്ന് വെച്ചാൽ സഞ്ചയനം, അതിന് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ യാത്രയും തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡേ മൈ ലൈഫായിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും കുടുംബസമേതമായിട്ട് പോകണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇത് കണ്ടിട്ട് അയ്യോ ചേച്ചിയുടെ കണ്ണിന് എന്ത് പറ്റി എന്നുള്ള കമന്റ് ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇത് ഫാഷൻ ആണോ ഫാഷൻ? വെറുതെ മോന്റെ കണ്ണട എടുത്ത് വെച്ചൊന്ന് താങ്ങി നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടിട്ട് എനിക്ക് തന്നെ അതേപോലെ തോന്നി. വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിക്കാണ് വന്നത്. പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, വെറുതെ പോകുന്നവർക്ക് വരാൻ ഇതെന്തോ വഴിയമ്പലാണോന്ന്. ഇത് അങ്ങനെ ഒരു വഴിയമ്പലാണ് ഇത് എന്നും പറഞ്ഞ് ഇവിടെ കാശ് കൊടുക്കാതെ ചായ ഫ്രീ ആയിട്ട് കിട്ടില്ലെന്ന് അമ്മ. രാവിലെ ആയതുകൊണ്ട് തന്നെ ചായക്ക് കടിയായിട്ട് ഉഴുന്നോട പരിപ്പോട മുളക് ബജി എന്ന അൽക്കുലത്തെ സാധനങ്ങൾ ഒന്നുമില്ല കേട്ടോ. ഏത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ എനിക്കൊട്ടും ഇഷ്ടമല്ല. നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ അത്തപ്പൂക്കൾ ഇടുമ്പോൾ തൊടിയിൽ കാണാറുള്ള പൂവില്ലേ, അത് ഇവിടെ മൊത്തം നിപ്പുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ പൂവ് വായിൽ വെച്ച് കടിക്കുമ്പോൾ വായിക്കകത്ത് നിന്ന് നിർത്താതെ വെള്ളം വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വിതിരയിലുള്ള റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി ചടങ്ങിനൊക്കെ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ശീതൂട്ടിയും കൊണ്ട് ഞാൻ ഫ്രണ്ടിലേ നടന്നപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നേ. വണ്ടി ഞങ്ങളെ കേട്ടത് പോകുന്നുണ്ടോ എന്നാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ചേന്നമ്പാറ ജംഗ്ഷനിൽ ഗ്യാസ് എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ കയറിയായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, എന്റെ ഫ്രണ്ട് എനിക്ക് ഉള്ളിവട തന്നു എന്നൊക്കെയാണ് അമ്മ ഈ ഉരുട്ടി കാണിച്ചുകൊണ്ട് പറയുന്നത്. ഞങ്ങളുടെ സ്ഥലമായ ചേന്നമ്പാറ ജംഗ്ഷനിലുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ഇത്. അവിടെ ചെന്നപ്പോൾ നല്ല മൊരിഞ്ഞ ഉള്ളിവടയും പരിപ്പൂടയൊക്കെ അതേ മാമി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് തൊണ്ടയിൽ ഇറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ കഴിച്ചില്ല കേട്ടോ. എന്റെ ദൈവമേ, ശീതൂട്ടി ഇപ്പൊ ആ പടത്തിൽ കാണുന്ന ആളിന്റെ തലമുടി മൊത്തം പിച്ചെടുക്കും തോന്നുന്നു. ദേ ഈ കാണുന്നതാണ് ചേന്നമ്പാറ ജംഗ്ഷൻ കേട്ടോ. ഞങ്ങൾ എല്ലാവരും ജനിച്ചു വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ദേ ആ കാണുന്ന ഓട്ടോ സ്റ്റാൻഡിലാണ് അച്ഛൻ സ്ഥിരമായിട്ട് ഓട്ടോ ഓടാറുണ്ടായിരുന്നത്. പിന്നെ ഗ്യാസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വിതിരയിലുള്ള ഒരു ബേക്കറിയിൽ കയറിയായിരുന്നേ. ആ കടയിലാണെങ്കിൽ അച്ചപ്പം മുറുക്ക് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഉണ്ടായിരുന്നു. ചീതൂട്ടി ഇപ്പൊ ഭയങ്കര ചട്ടമ്പി പെണ്ണായി പോയി കേട്ടോ. ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഇരിക്കില്ലേ, ഏതെങ്കിലും കടയിൽ പോയാൽ അവർക്ക് അവിടെ മൊത്തം ഓടി നടക്കണം. അതുകൊണ്ട് വെറുതെ അവളെ പറ്റിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ പാക്കറ്റ് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചു വെച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. കൊച്ചി വെറുതെ പ്രതീക്ഷിച്ചോളൂ അമ്മ ഏതെങ്കിലും എടുക്കുന്നേ. കടയ്ക്കകത്തുള്ള ചേച്ചിയോട് ലെമൺ സോഡ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. ഇപ്പൊ മാഗി എല്ലാം കൂടെ പണ്ടരം തറയിപ്പോയനെ. അയ്യോ, അങ്ങനെ നമ്മുടെ ലെമൺ സോഡ വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് പനി ആയതുകൊണ്ട് വെള്ളം കൊടുക്കാതെ ഞാൻ കുടിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അവൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു. പക്ഷെ പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്, അവൾക്ക് വേണ്ടത് നാരങ്ങ വെള്ളമൊന്നും അല്ലായിരുന്നു കേട്ടോ. അതിനകത്തുണ്ടാകുന്ന സ്ട്രോ ആയിരുന്നു. ഈ കൊച്ചു സ്ട്രോ എനിക്ക് തരത്തുമില്ല, എന്നെ വിട്ട് വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തുമില്ല. സോഡ നാരങ്ങ കുടിച്ച് ഗ്യാസ് തലക്കി കുടിച്ചിരിക്കുന്ന ഒരാളെ ഇപ്പൊ കാണിച്ചു തരാം. വെള്ളം എല്ലാം കുടിച്ച് ബില്ലടയ്ക്കാൻ പോയപ്പോ ദേ ഇരിക്കുന്നു നമ്മുടെ പണ്ടത്തെ കുട്ടിക്കൂറ പൗഡർ. പണ്ട് ഈ സ്പ്രേ ഒക്കെ വാങ്ങിക്കാൻ പറ്റാതിരുന്ന കാലത്ത് നമ്മളൊക്കെ ഈ കുട്ടിക്കൂറ പൗഡർ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു അക്കൂറത്തിൽ കയറി. അവിടെ പോയപ്പോഴോ ഒരു മുട്ടക്കാട്ട മീന്. കടയിലേക്കുന്ന ചേച്ചി പറഞ്ഞു ഇതിന്റെ പേര് ഗൗരി അമ്മുമ്മയെന്നോ ഗൗരി മാമിയെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയുന്ന കേട്ടു. അവിടെ ചെന്ന് ഓരോ ഫിഷ് ടാങ്കിനകത്ത് നോക്കിയപ്പോഴും ശരിക്കും പറഞ്ഞ കടലിനടിയിലേക്ക് നമ്മളിങ്ങനെ നീന്തി കളിക്കൂലേ, അതേ ഒരു ഫീല്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയില് കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന എന്തൊക്കെ ജീവികളാണല്ലേ. പിന്നെ അക്വാറിയത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന നഴ്സറിയിൽ കയറിയേ. പിള്ളേരെ പഠിപ്പിക്കുന്ന നഴ്സറിയിലല്ല, ചെടി നഴ്സറിയിൽ. എനിക്ക് പണ്ട് മുതലേ ഈ ചെടികളോടെല്ലാം ഒരു പ്രത്യേക പ്രണയമാണ് കേട്ടോ. അത് കയ്യിലിരിക്കുന്ന ഒരു 200-300 രൂപ തീരുമ്പോ അങ്ങ് കഴിഞ്ഞോളൂന്ന് അമ്മ. എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി ചെടികൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാത്തിനും ഭയങ്കര വില. ഞാനൊരു 4 റോസാ ചെടി മേടിച്ചായിരുന്നേ. ഒരു റോസയ്ക്ക് 70 രൂപയായിരുന്നു വില കേട്ടോ. എന്താണെന്നറിയില്ല, റോസാ പൂവിനൊന്നും പണ്ടത്തെ പോലെ ഒരു മണവും ഇല്ല. ഇതൊക്കെ ഇനി പ്ലാസ്റ്റിക് ആണോ? അച്ഛൻ ചാള എടുക്കുന്ന പോലെ ചെടികളെല്ലാം വാരി എടുക്കുകയാണ് ഗൈസ്. വരുന്ന വഴിക്ക് പിന്നെ ചായയും ഉഴുന്നോടെയും കഴിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ ഇറങ്ങി ഒരു ഗ്ലാസ് ചായയും 2 ഉഴുന്നോടെയും കഴിച്ചു കേട്ടോ. കൂടെ നല്ല അടിപൊളി മുളകിന്റെ ചട്നി ഉണ്ടായിരുന്നേ. അതൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കറക്കോ വായുന്നോട്ടോ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോ ആയൂരുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടേ. എവിടെയൊക്കെ കറങ്ങാൻ പോയാലും തിരിച്ചതേ ഇവിടെ വരുമ്പോ അതൊരു വല്ലാത്ത സമാധാനമാണ് കേട്ടോ. എനിക്കിനി ഒന്നിനും വയ്യേന്ന് പറഞ്ഞ് ക്ഷീണിച്ചതേ അമ്മ ഇറങ്ങി നിപ്പുണ്ട് വണ്ടിയിൽ നിന്ന്. വണ്ടിക്കകത്ത് നിന്ന് നമ്മൾ മേടിച്ച ചെടികളെല്ലാം പിറക്കി തറയിലേക്ക് വെക്കുന്ന തിരക്കിലാണ് അമ്മയും മോനും. ഇതിനിടയ്ക്ക് നമ്മൾ മേടിച്ച ഒരു റോസാ ചെടി പണി തന്നു കേട്ടോ. അതിന്റെ ഒരു കൊണ്ട ഒടിഞ്ഞു പോയി, അതിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. അച്ചോട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കാരണം ആ ഒരു കൊണ്ടയില് 3 മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെയോ മറ്റന്നാളൊക്കെ നല്ലതായിട്ട് പൂ വരുമായിരുന്നു അതിനകത്ത്. പാവം റോസാ ചെടി ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി പാവം. പിന്നെ മേടിച്ചോണ്ട് വന്ന ചെടികളെല്ലാം ഞാൻ തേണ്ട പിറക്കി കൂട്ടി ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. നേരത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് വെയിലേ അടിക്കാറില്ലായിരുന്നു. ഇപ്പം മഴയത്തും കാറ്റുന്ന കുറെ മരങ്ങൾ പോയപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രകസനം കണ്ടിട്ട് നിങ്ങൾ ആരും അച്ചോടെ മുത്തയെ വെള്ളം ഒഴിക്കുന്നതൊന്നും ചിന്തിക്കണ്ട. ഇന്നത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ കണ്ടില്ലേ, നടുക്ക് ഹിറ്റ്ലർ മാധവൻകുട്ടിയായ നാരകവും 2 സൈഡിലും പെങ്ങന്മാരായ റോസാ ചെടികളും. ചെടി നടലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ വന്ന് പപ്പടം കാച്ചെടുക്കുവാണേ ഭക്ഷണം കഴിക്കാൻ. ചീതൂട്ടിക്ക് കഴിക്കാനും പൊടിച്ച് കളിക്കാനും കയ്യിലൊരു പപ്പടം കൊടുത്തതിന്റെ ചിരിയാണ് ദേണ്ട ഈ എലി പുന്നല് കണ്ടോലെ ചിരിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുള്ള അതിഥികളായ 4 പേരും വന്നിട്ടുണ്ട് അരി കഴിക്കാൻ. അരിയും കഴിച്ചിട്ട് അവസാനം എന്റെ ചെടികളും കൊത്തി തിന്നിട്ട് പോകുമെന്തോ. ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ ചൂടാക്കി കഴിക്കാന്ന് വിചാരിച്ചത്. വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പടവും കൂട്ടി തട്ടാന്ന് വിചാരിച്ചു. ചീതൂട്ടിക്ക് ഇച്ചിരി ഫ്രൈഡ് റൈസ് വാരി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പിടി വായിലോട്ട് വെച്ച് ആസ്വദിച്ച് കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരൊറ്റ കടി ഏലക്കയില്.
വൃത്തികെട്ട ഏലക്ക ഞാൻ എപ്പോൾ ചോറ് വാരി വായിൽ വെച്ചാൽ അതെന്റെ വായിക്കകത്ത് വരും. നമ്മൾ ഈ ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ മേടിച്ച ഈ പ്ലാന്റ് ഞാൻ തേണ്ട ഇവിടെ തൂക്കിയിട്ട് കേട്ടോ. പ്ലാന്റ് ഒന്നും അല്ല, കാക്കപ്പൂന്ന് പറയാം. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്തിനാണെന്ന് ചോദിച്ചാൽ മഴ വരുന്ന അതിന് മുന്നേ കിടക്കുന്ന വിറകിനെല്ലാം വാരി കൂട്ടി ഷെഡിലോട്ട് കയറ്റാം. വരുന്നത് വലിയ മഴയാണെങ്കിലും വിറക് മൊത്തം നനഞ്ഞാലും ആകെ മൊത്തം പണി കിട്ടും കേട്ടോ. പിന്നെ മഴ എത്ര ഇരച്ച് കനത്ത് വന്നാലും നമ്മൾ ഈ തുണിയും വിറകും എല്ലാം പറക്കിയിടുന്ന കാണുമ്പോഴേ മഴ പോകും. കാരണം മഴയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ പെയ്ത് നമുക്ക് പണി കിട്ടൂല. കാരണം നമ്മളെല്ലാം നേരത്തെ പറക്കി കൂട്ടി മാറ്റി വെച്ചല്ലോ. ഈ കാണുന്ന ഓലച്ചൂട്ട് വെച്ച് വിറക് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഇനി അടുത്ത പരിപാടി മുറ്റം അടിക്കലാണ്. ഞാനൊരു ഇച്ചിരിക്കോളം തൂത്ത് തുടങ്ങിയപ്പോഴേ സീതൂട്ടി ഉറക്കത്തിൽ നടിച്ച് കരച്ചിൽ തുടങ്ങി. പിന്നെ ബാക്കി മൊത്തം തൂത്തത് അമ്മയായിരുന്നു കേട്ടോ. സാധാരണ ഈ മുറ്റം അടിക്കൽ പരിപാടി എല്ലാം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. കാരണം സീതുകുട്ടി ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കത്തില്ല അവള്. ബാക്കി ഞാൻ തൂത്തോളം അമ്മയെന്നും പറഞ്ഞ് ചൂലും പിടിച്ചു വെച്ച ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താവും എന്താ മിക്കവാറും ചൂലിനുള്ള ഈർക്കിൽ മൊത്തം അവിടെ വാരിയിടും. കൊതുകാണെങ്കിൽ പണ്ടത്തെ പോലെ ഒറ്റയ്ക്കൊന്നും അല്ലാട്ട് വരുന്നത്, ഇപ്പൊ കൂട്ടത്തോടെയാണ് വരുന്നത്. കൂട്ടത്തോടെ കയറി വന്നിട്ട് എല്ലാം കൂടെ ലിറ്റർ കണക്കിന് ചോര ഊറ്റിക്കൊണ്ടങ്ങ് പോകും. ഞാൻ ഇനി പറയാൻ പോകുന്നത് ചീഞ്ഞ കോമഡിയാണെന്ന് എനിക്ക് അറിയാം. എന്നാലും ഒന്ന് പറഞ്ഞോട്ടെ, ഈ കൊതുകുകൾ അങ്ങനെ ഇനി വല്ല ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ടോ ആവോ? അങ്ങനെ ഇപ്പൊ കൊതുകുകളൊന്നും ഞങ്ങളുടെ ബ്ലഡ് കുടിച്ചിട്ട് ജീവിക്കണ്ട. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പുകച്ചോടിച്ചു. അടുത്ത പരിപാടി വൈകുന്നേരത്തെ കട്ടൻ ചായ ഇടലാണ് കേട്ടോ. വേണ്ട കണ്ടില്ലേ, ഈ ഓലയുടെ ചൂട്ട് അങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ നല്ല പടക്കനെ അങ്ങോട്ട് തീ കത്തും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്, കമന്റിന് റിപ്ലൈ കിട്ടുന്നില്ലാന്നേ. പഴയതുപോലെ അല്ല, കമന്റുകൾ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റാത്തത് കേട്ടോ. അതിന്റെ കൂടെ ഒരുപാട് സമയം ഫോണിന്റെ വെട്ടത്തിൽ നോക്കിയിരിക്കാനും പറ്റില്ല, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പപ്പടം കടിച്ച് സംഗതി അങ്ങോട്ട് കളറാക്കാന്ന് വിചാരിച്ചു. നല്ല ചൂട് കട്ടൻ ചായ നല്ല പപ്പടവും, അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ ഒരു അരമണിക്കൂർ ഞങ്ങൾ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിരുന്ന് കട്ടൻ ചായയും പപ്പടവും കഴിച്ചു. ഞങ്ങൾ ഇതിനെ നാട്ടുവിശേഷം എന്ന് പറയും, കേട്ട് നിൽക്കുന്നവർ ഇതിനെ നുണ പറച്ചില്ലെന്നും പറയും. ശീതുട്ടിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്ത പപ്പടത്തിൽ അവള് പള്ളിപ്പെരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓഞ്ഞ പപ്പടം കൊടുത്ത് പറ്റിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു കൊച്ചാ പപ്പടം മൊത്തം അമ്മയുടെ വായിലോട്ട് കുത്തി കയറ്റുന്നുണ്ട്. മോന്റെ പപ്പടത്തിൽ നിന്ന് പകുതി ഞാൻ അടിച്ചു മാറ്റിയപ്പോൾ ഇതിന്റെ പകുതി എന്തേലും ചോദിച്ചവൻ കലിപ്പിലാണ് കേട്ടോ. ചൂട് കട്ടൻ ചായ കുടിച്ചോണ്ടിരുന്നപ്പോ അവൻ ആവശ്യമില്ലാതെ പറയാണ് ഒരു ഏത്തക്കപ്പം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയനെന്ന്, മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. ഏത്തക്കപ്പം വേണ്ട, ഒരു മാങ്ങാണ്ടിയും വേണ്ട. ഇനിയിപ്പോ ചൂട് കട്ടൻ ചായ ഇങ്ങനെ ഊതി കുടിക്കാം. ഇനിയിപ്പോ അതല്ലേ നിർത്തിയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ചെയ്തേക്കുന്ന വീഡിയോകളെല്ലാം കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശീതുട്ടി എന്തിയേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും